ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ഗ്രാസ് കട്ടറാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ, ഹാൻഡ് ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് കട്ടർ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്ന നേരെ വീഡിയോയിലിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നൈലോൺ വയർ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ട് ഗ്രാസ് കട്ടറിനൊക്കെ ഇതാണ് ഉപയോഗിക്കാറ്. നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. മീറ്ററിന് ഒരു 5-10 രൂപ അങ്ങോട്ട് വിലയുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിതാ നൈലോണിൻ്റെ വയർ, പിന്നെ നമുക്കൊരു ഇൻസുലേഷൻ ടാപ്പ് വേണം, പിന്നെ സാധാ നമ്മളെ ഹാൻഡ് ഗ്രൈൻഡർ, പിന്നെ ഈ നൈലോണിൻ്റെ വയർ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലെയർ വേണം. ഇത്രയൊക്കെ വേണ്ടു. പിന്നെ നമ്മൾ ഇത് കട്ടർ പിടിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു വലിയൊരു പൈപ്പ്, ജസ്റ്റ് PVC പൈപ്പോ മെറ്റലിൻ്റെ GI പൈപ്പോ ഏതെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഒരു GI പൈപ്പാണ് എടുത്തത്, ഒരു 1.5 മീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗ്രൈൻഡറിൻ്റെ വീല് ഇത് അഴിച്ചെടുത്ത് മാറ്റാം. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ സാധാ ഗ്രില്ലൊക്കെ കട്ട് ചെയ്യുന്ന ഇത് ആവശ്യമില്ല. അപ്പോൾ ഇതെടുത്ത് മാറ്റാം. ശേഷം നമുക്ക് നൈലോൺ വയർ ഏകദേശം ഈ ഒരു അളവിൽ, ഏകദേശം ഒരു ഒരടിക്ക് കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇത്രയും നല്ല പീസ് വേണം. അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡറിൻ്റെ നട്ടിൽ, ഇതിൻ്റെ മുകളിൽ വീലൊക്കെ ടൈറ്റ് ചെയ്യുന്ന നട്ടിൽ ഇത് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് സെൻറ്ററായിട്ട് കയറ്റി കൊടുക്കുക. രണ്ട് സൈഡിൽ ഒരുപോലെ വിധത്തിൽ കയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിൻ്റെ ഇതിൽ ഇട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ കൈ കൊണ്ട് തന്നെ, മാക്സിമം കൈ കൊണ്ട് തന്നെ ആദ്യം ടൈറ്റ് ചെയ്യാം. ശേഷം നമ്മൾ ഇത് ടൈറ്റ് ചെയ്യണ ഈ സ്പാനർ, ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൈറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ ബ്ലേഡ് ശരിക്കും സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മളിത് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ താഴേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തെർമോക്കോളിൻ്റെ പീസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. നമ്മളിതിൻ്റെ ഇടയിൽ തെർമോക്കോൾ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു ടാപ്പ് വെച്ചിട്ടാണ് ചുറ്റുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് കെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ സപ്പോർട്ടൊന്നും ഇല്ലാത്ത കാരണം ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലേഡും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ കുറച്ച് ഇങ്ങനെ ആയിരുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയിൽ തെർമോക്കോളിൻ്റെ പീസ് വെച്ച് കൊടുത്ത്, തെർമോക്കോളിൻ്റെ പീസ് വെച്ചാൽ ഈ ഷേപ്പ് ബാക്ക് സൈഡ് കുറച്ച് ഇങ്ങോട്ട് താഴ്ന്ന കാരണം ഇത് നല്ല ഷേപ്പ് കിട്ടും. നമ്മൾ ചരിച്ച് പിടിക്കണ കാരണം ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇനി ഗ്രാസ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഭയങ്കര കൂടുതലായി.